Okay, so good evening. Welcome to the next week of Friday Talk. So it's a pleasure to have you all. നമ്മൾ ഈ ഒരു ഫ്രൈഡേ ടോക്കിന്റെ 13th വീക്ക് കഴിഞ്ഞു 14th വീക്കിലേക്കാണ് എൻറ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഐ എം സോ എക്സൈറ്റഡ് ടു ഹോസ്റ്റ് ദിസ് സെഷൻ. ഓൾസോ നമുക്കറിയാം അപ്പൊ ഫ്രൈഡേ ടോക്കിന്റെ വിസ്ഡംസ് അല്ലെങ്കിൽ ഫ്രൈഡേ ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന വിസ്ഡംസ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പ് ആയിട്ടുള്ള വിസ്ഡംസ് ആണ്. സോ റെക്കോർഡിങ്സ് വാച്ച് ചെയ്യുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ടും ലൈവ് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ജസ്റ്റ് ഒരു 5 minutes മെഡിറ്റേഷൻ ചെയ്തിട്ട് സെഷനിലേക്ക് എൻറ്റർ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ദ മെഡിറ്റേഷൻ. വളരെ കാം ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പൊസിഷനിൽ ജസ്റ്റ് ഇരിക്കാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് ഒന്ന് അവെയർ ആകാം. Just be aware of your surroundings. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Slowly close your eyes. കണ്ണുകൾ പതിയെ അടയ്ക്കാം. Breathe in. Hold on and breathe out. Breathe in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്ത് വിടുമ്പോഴും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കടക്കുന്നതായി ഇമാജിൻ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള ടെൻഷൻസ്, ഡിസ്ട്രാക്ഷൻസ് എല്ലാം പുറത്തേക്ക് പോകുന്നതായി ഇമാജിൻ ചെയ്യാം. പതിയെ ശ്വാസത്തിനെ നിങ്ങളുടേതായ താളത്തിൽ എടുത്തു വിടാം. Breathe in, breathe out. Breathe in, breathe out. Very good. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഫോക്കസ് ഓൺ യുവർ ഹാർട്ട്. പതിയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഊർജം ഒഴുകുന്നതായും നിങ്ങളുടെ ശരീരം മുഴുവൻ ഊർജം പ്രസരിക്കുന്നതായും ഇമാജിൻ ചെയ്യാം. വെരി ഗുഡ്. Just feel that. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിനോട് പറയാം,
I feel very positive and I feel very energetic. Very good. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. Breathe in, hold on and breathe out. Breathe in, breathe out. ആദ്യത്തേതിനേക്കാൾ ഊർജത്തോടെ തിരിച്ചു വരുന്നതായി സജഷൻ കൊടുത്ത് നിങ്ങൾക്ക് തിരിച്ചു വരാം. Slowly open your eyes and come back. ഓക്കെ, സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് റിലാക്സ്ഡ് ആവാം. നമ്മൾ ചെയ്തിട്ടുള്ള മെഡിറ്റേഷന് ഒരു ഹാർട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. വെരി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമുക്ക് ഓൾവേസ് നമ്മുടെ ഹാർട്ട് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ. സോ ഹാർട്ട് ആസ് ഓൾവേസ് സെന്റർ ഓഫ് പ്യൂരിഫിക്കേഷൻ, എല്ലാത്തിന്റെയും ഒരു സെന്റർ ആണ് അല്ലെ. സോ നിങ്ങൾ ഹാർട്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഫീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി അമേസിങ്. നമ്മൾക്ക് ഊർജം, നമ്മളുടെ രക്തത്തിന്റെ ഒക്കെ അവസ്ഥയിൽ നമുക്ക് ഊർജം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തുന്നത് ഫ്രം അവർ ഹാർട്ട് അല്ലെ. സോ ജസ്റ്റ് ഫീൽ യുവർ ഹാർട്ട് ഓൾവേസ്. So that's all about the meditation, and I welcome Farisha ma'am to lead the session. Over to you, ma'am. Thank you. Thank you, Rinchi. Hi everyone. I hope you all are fine over there. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലാസ്റ്റ് ഫ്രൈഡേ ടോക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല. റിൻഷിന്റെ സെഷൻ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ ഫ്രൈഡേ ടോക്സും നമ്മൾ നിങ്ങളെ മുന്നിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെ ഇന്റൻഷൻ അത്രമാത്രം പ്യുവറാണ്. നിങ്ങളിലേക്ക് നമുക്ക് കിട്ടിയ ഒരു ലൈറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു പ്യുവർ ഇന്റൻഷനും ആയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ടൈം നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. എല്ലാ വീക്കിലും ഈ ഒരു ഫ്രൈഡേ ടോക്കിന് വേണ്ടി മാറ്റി വെച്ച ടൈം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു വാല്യൂ കൊടുക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ടൈം ഈസ് പ്രിഷ്യസ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ടൈം എന്ന് പറയുന്നത് അത്രമാത്രം പ്രിഷ്യസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് കാര്യം. ഇന്ന് ആക്ച്വലി ഞാൻ ഒരു സ്പെസിഫിക് ടോപ്പിക് അങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ഒന്നല്ല. റാൻഡംലി വരാ, നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് അത് തരാന്നുള്ള ഇതിലാണ് വന്നിരുന്നിട്ടുള്ളത്. സോ നമ്മളിപ്പോ ദുബായിൽ പല പ്രോഗ്രാംസും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചേർഡ് ആക്കി അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ദുബായിൽ നമ്മള് ലൈക്ക് സ്ട്രക്ചേർഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആവശ്യമുള്ളവർ അതിലൊക്കെ കണക്ട് ചെയ്യുക, അതിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളെ ലൈഫിൽ ഡെയിലി 1% എങ്കിലും ഗ്രോത്തിന് വേണ്ടി നമ്മളെ തന്നെ സ്വയത്തിനെ പാകപ്പെടുത്താന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ആക്ച്വലി നമ്മൾ കരുതും നമുക്ക് ഇനി എന്തിനാ ഗ്രോത്ത് എന്നൊക്കെ കരുതും. നമ്മളെ സെൽഫ് നമ്മൾ പോലും അറിയാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി സെൽഫിന്റെ ഒരു നമ്മള് ഡെഫിനറ്റ്ലി എല്ലാ ഹ്യൂമൻ ബോഡിയിലും വസിക്കുന്നതാണ് നമ്മളെ സോൾ അല്ലെ. അപ്പൊ സോളിന് കൊടുക്കേണ്ടതായ ഒരു ഭക്ഷണമാണ് ഇങ്ങനെയുള്ള അറിവുകൾ എന്നുള്ളതാണ്. നമ്മളിപ്പോ ബോഡീനെ ഫീഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ മെന്റൽ ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോ കുറച്ചും കൂടി
കാര്യങ്ങൾ ഇങ്ങനെ ലൈക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള റിസോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മെന്റൽ ഹെൽത്തും കുറച്ചും കൂടി അവെയർ ആയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മൾ സോളിന് വേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഹോൾഡ് ചെയ്തിട്ടാണ് പലപ്പോഴും എൻ്റെ ഉള്ളിലെ നമ്മൾ കോർ വിഷൻ നോക്കുമ്പോൾ ലൈക്ക് വിഷൻ നോക്കുന്ന സമയത്ത് മറ്റൊരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരമാവണം നമ്മളെ കർമ്മങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മളെ ഒരു വിഷൻ അല്ലെ. അപ്പൊ ആ വിഷനിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ വിഷന്റെ ഉള്ളിലുള്ള ഒരു സംഭവം എന്താണ്? ഇറ്റ്സ് ഹൈ സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ ഓൾ ഗുഡ് ഇൻ മെൻ, അതായത് എക്സാക്ട് സ്പിരിച്വാലിറ്റി അതാണല്ലോ, ഓൾ ഗുഡ് ഇൻ മെൻ, എല്ലാ നന്മകളും ഒരു മനുഷ്യനിലെ എല്ലാ നന്മകളും ഉയർത്തലും അതിന്റെ കൂടെ നമ്മൾ ഹയർ കോൺഷ്യസിലേക്ക് കണക്ട് ആവലാന്ന് യഥാർത്ഥ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് സ്റ്റേറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കാം. ആ സമയത്താണ് യഥാർത്ഥ തവക്കുൽ അല്ലെങ്കിൽ സറണ്ടറൻസ് എന്താണ് നമുക്ക് അനുഭവിക്കാൻ പറ്റാന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മളെ സ്വയത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കണം. അതാണ് പറഞ്ഞിട്ട് നമ്മളെ സോളിന് വേണ്ടതായ, ആത്മാവിന് വേണ്ടതായ അറിവുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു എൻലൈറ്റൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടി പറ്റാന്നുള്ളത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ലൈഫ് ഇങ്ങനെ ഒരു രീതിയിൽ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, ഫുഡ് കഴിക്കുന്ന, മറ്റുള്ള കാര്യങ്ങൾ ആ ഒരു 3 ഡയമെൻഷനിൽ തന്നെ പോകുന്ന സമയത്ത് നമ്മളെ സോളിന്റെ ഒരു ലൈക്ക് തേട്ടം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അറിവുകളുടെ ലോകത്തേക്ക് സഞ്ചരിക്കാന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങൾ ആലോചിച്ചാൽ മതി, ചില സമയത്ത് നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫുഡ് വേണ്ടി വരില്ല, മറ്റുള്ള ഒന്നും വേണ്ടി വരില്ല, മനുഷ്യന്മാരായിട്ട് കണക്ട് ചെയ്യേണ്ടി വരില്ല. അതെല്ലാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നമ്മൾ ആത്മാവിന്റെ തേട്ടം റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. നമ്മളൊരു സോൾ എന്തായാലും ഉണ്ടല്ലോ, സോള് വസിക്കുന്ന ഒരു ബോഡി ആണല്ലോ ഇത്. സോൾ ഇല്ലെങ്കിൽ പിന്നെ ഈ സാധനം എന്താണ്? ഇറ്റ്സ് ലൈക്ക് ഒന്നുമില്ല. ഇറ്റ്സ് എ എന്താണ്, മൺകൂടാണ് അല്ലെ. അപ്പോ സോൾ ഇല്ലെങ്കിൽ തീർന്ന്. സോള് പോയി കഴിഞ്ഞാൽ അതായത് ആത്മാവ് ജീവൻ ഉണ്ട് എന്നുള്ളതിന് ഒരു ഇതെന്താണ്? നമ്മളെ ഹേർട്ട് ബീറ്റ്സും നമ്മളെ ശ്വാസവും അല്ലെ. അത് പോയാല്, ആ ഒരു ശ്വാസം നിലച്ചാല്, നമ്മളെ ഹാർട്ട് ബീറ്റ്സ് നിലച്ചാല് എന്നുള്ളതാണ്. അപ്പോ അതിനു വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. നമ്മളിപ്പോ ഡോക്ടറെ അടുത്ത് പോയി നമ്മളെ ബോഡി ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ ഓക്കെ, നമ്മളെ ഫിസിക്കലി നമ്മൾ വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന, ഫുഡ് കൊടുക്കുന്ന, എല്ലാം അതിനെ ഫീഡ് ചെയ്യുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആത്മാവിന് വേണ്ട എന്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെന്ന് എപ്പോഴും നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കാന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ കൈൻഡ് ഓഫ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുകയോ അത് അറ്റൻഡ് ചെയ്യുകയോ, അതില് ആരാണോ നിങ്ങൾക്ക് മെന്ററായിട്ട് മുന്നിൽ വന്നിട്ടുള്ളത്, അവര് ഒരിക്കലും നമ്മളിപ്പോ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കൂലല്ലോ അല്ലെ. എല്ലാവർക്കും ടൈം പ്രഷ്യസ് ആണല്ലോ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. വെറുതെ കേട്ടു പോകുന്നതിന് പകരം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ട് അത് പകർത്തിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മളെ ജീവിതത്തിന്റെ സ്പിരിച്വൽ കോഷ്യന്റ് കൂടി, ഒരു സ്പിരിച്വൽ കോഷ്യന്റ് കൂടി വരാന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ നോക്കി കാണാം. നമ്മളെ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഡേ ബൈ ഡേ നമ്മളൊരു 1% കൂട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ദുബായില് നമ്മളിപ്പോ ഇറ്റ്സ് അറൌണ്ട് 13 അല്ലെ റിൻഷി, 13ാമത്തതല്ലേ നമ്മളെ ഫ്രൈഡേ ടോക്ക്. ഓക്കെ, അപ്പൊ ഈ 13ാമത്തെ ഫ്രൈഡേ ടോക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളോട് സ്റ്റാർട്ടിങ് ഈ ഒരു 13 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വന്ന് നിൽക്കുന്ന സമയത്തും പല കാര്യങ്ങളോട് പറയണം. നിങ്ങൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, ഫൊർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, അൺകണ്ടീഷണൽ ലവ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നത്. അതിന്റെ ഇടയിൽ പാരന്റിങ്, റിലേഷൻഷിപ്പ്, ഓരോ സാധനങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡീപ്പർ ആയിട്ട് അതിലേക്ക് ഡൈവ് ഇൻ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ഓരോ ഏരിയ ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടോന്നെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ വന്ന് കേൾക്കുന്ന സമയത്ത്, നമ്മളിവിടെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നതിന്റെ നിങ്ങൾ ആ ഒരു വാല്യൂ ചെയ്തിട്ട് നിങ്ങളെ ലൈഫിൽ പകർത്താന്നുള്ളതാണ് പറയാനുള്ളത്.
അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആത്മാവിന്റെ ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള അറിവുകളെ കുറിച്ച് പറയുന്നല്ലേ. അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗിവ്നെസ് ആൻഡ് കണ്ടീഷണൽ ലവിലൂടെ കിട്ടുന്നത്. ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി ഞാൻ വിചാരിക്കുന്ന ഒരു 1 ഇയർ കോഴ്സായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും എന്നെല്ലാം ചിന്തിച്ചു നോക്കുന്നുണ്ട്. കാരണം ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ടായ കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടും അത് പ്രാക്ടീസ് ചെയ്തിട്ടും അതിനെ ജേർണൽ ചെയ്തിട്ടും മറ്റുള്ളവരോട് അത് പറഞ്ഞിട്ടും നമ്മളെ സ്വയത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ട് നമ്മളെ ക്രിയേറ്ററിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ട് അങ്ങനെ നമ്മളെ ജീവിതം തന്നെ ഗ്രാറ്റിറ്റ്യൂഡിലാവുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷന്റെ ലെവലേ മാറും എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിപ്പോ പ്രോഗ്രാം മിഫ്താഹ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ദുബായില് മിഫ്താഹ് എന്ന് പറഞ്ഞ ക്രിയേറ്ററിന്റെ നെയിംസ് പഠിക്കുക, അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യാന്നുള്ളതാണ്. ഡീപ്പ് ഡൈവ് ചെയ്യലൊന്നും പോസിബിൾ അല്ല, സ്റ്റിൽ നമ്മൾ ടച്ച് ചെയ്യാന്നുള്ളതാണ്. ആക്ച്വലി വെൻ ഐ വാസ് ലേണിംഗ് അസ്മാഉൽ ഹുസ്ന, ഞാനത് മിഫ്തായിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പഠിക്കുന്ന സമയത്ത് വൺ ഓഫ് ദ നെയിം ഹമീദ് എന്ന് പറയുന്ന ഒരു നെയിം ഞാൻ പഠിക്കുമ്പോൾ ഇറ്റ്സ് എ പ്രൈസ് വേർതി എന്ന് പറയുന്നുള്ളത്. ക്രിയേറ്റർ പ്രൈസ് വേർതി ആണ്. കാരണം നമ്മളെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ലൈക്ക് നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട രീതിയിലാണ് ക്രിയേറ്റർ നമുക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്രിയേറ്ററിന് സ്പെസിഫിക് ആയ ഒരു നെയിം എടുത്തിട്ട് നമ്മളെ തോട്ടിലേക്കും നമ്മളെ ജീവിതത്തിലേക്കും ആ ഒരു നെയിമിനെ അത് നമ്മളെ ജീവിതമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഓക്കെ ഫൈൻ, പ്രൈസ് വേർതി ആണ് അല്ലെ, ക്രിയേറ്റർ പ്രൈസ് വേർതി ആണ്. ദെൻ വൈ ഷുഡ് ഞാൻ എന്തുകൊണ്ട് വൈ നോട്ട്, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആണോ ഞാൻ ചിന്തിച്ച്. എന്റെ കർമ്മങ്ങൾ, എന്റെ പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പാകപ്പെട്ടിട്ടുണ്ടോ? അല്ല എന്റെ ജീവിതം ആ രീതിയിലാണോ ഞാൻ നയിക്കുന്നുള്ളത്? അല്ല മറ്റൊരാളെ ഞാൻ കാരണം പ്രയാസപ്പെടുത്തുന്നുണ്ടോ? ഞാൻ കാരണം ആരെങ്കിലും മനസ്സുകൊണ്ട് വിഷമിച്ചു പോയിട്ടുണ്ടോ? ഞാൻ ആ ഒറ്റൊരു ക്രിയേറ്ററിന്റെ ഒരു നെയിമില് ഞാൻ ഒരുപാട് ചിന്തിച്ചൊരു നെയിമായിരുന്നു അത്. അങ്ങനെ അത് ഞാൻ എവിടെയോ എന്റെ മൈൻഡിൽ ലൈക്ക് ഇറ്റ്സ് എന്താ പറയാ, ഒരു വിത്തിട്ട പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ആ ഒരു ക്രിയേറ്ററിന്റെ പേര് പഠിച്ചപ്പോഴുണ്ടായ ഒരു ക്യൂരിയോസിറ്റിയും അതില് ചിന്തിക്കാനുള്ള ഒരു പ്രവണത എവിടുന്ന് വന്നതെന്നല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് വന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം അത് പഠിച്ചതല്ല, പഠിച്ചതിന് ശേഷം വന്ന തോട്ട്സിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഉള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെ ലൈക്ക് ഇതൊന്നും ഒരു പ്ലാൻഡോ റിൻഷി ടൈം ആവാനായോ മോളെ? ഇല്ലല്ലോ, കുറച്ചുകൂടെ ടൈം. ഓക്കെ ഫൈൻ. അപ്പോ അങ്ങനെ പോകുന്ന സമയത്താണ് ഐ ഗോട്ട് an intuitive message that I want to start a platform. I just named that Dua, and the empowerment begins here. Give the captions that empowerment begins here എന്നുള്ളത്. അപ്പൊ yeah, actually every the key of this universe inside that എന്നുള്ളതാണ്. നമ്മള് വാട്ട് ഈസ് ദോ ആക്ച്വലി ഇറ്റ്സ് ഹോപ്പ് അല്ലെ. നമ്മളെ ക്രിയേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കരങ്ങൾ കൂപ്പിയിട്ടായാലും തുറന്നിട്ടായാലും വാട്ട് എവർ വി ഡു നമ്മൾ ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു പ്രാർത്ഥന നമ്മൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് എ ഗ്രേറ്റ് ലോട്ട് ഓഫ് ഹോപ്പ് ഇൻസൈഡ് അസ്. നമ്മളെ ഉള്ളിൽ ഒരുപാട് ഹോപ്പ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, എന്റെ ക്രിയേറ്റർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഹോപ്പ് വരുന്ന സമയത്ത് എന്തുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു എംപവർമെന്റും ആയിട്ട് കണക്ട് ആയി അല്ലെ. നമ്മൾ അവിടെ എംപവർ ചെയ്യായിരുന്നു. നമ്മൾ ആ ക്രിയേറ്ററിലേക്ക് നമ്മളെ പ്രേയർ അങ്ങ് സെൻഡ് ചെയ്തപ്പോ വി ആർ ഗെറ്റിംഗ് എംപവേർഡ്. അപ്പൊ ആ ഒരു രീതിയിൽ ഓക്കെ ഫൈൻ. അപ്പൊ ദുവ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് ഓക്കെ ഫൈൻ, ദുവയിൽ ആര് വന്നാലും ലൈക്ക് ഒരാളെങ്കിലും പ്രയാസപ്പെട്ട് വന്നു കഴിഞ്ഞാല് അവര് പ്രയാസപ്പെട്ട് നമുക്കിപ്പോ ക്രിയേറ്റർ ഡയറക്റ്റ് വന്ന് ഹെൽപ്പ് ചെയ്യൂല അല്ലെ. നമ്മളെ പ്രാർത്ഥനക്ക് ഉത്തരമായിട്ട് ഒരുപാട് ക്രിയേറ്ററിന്റെ ക്രിയേഷൻസിനെങ്കിൽ ലോകം പ്രപഞ്ചം മുഴുവൻ അങ്ങ് വാരി വെതറി എല്ലാ റിസോഴ്സ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആക്കിയിട്ടാണ് ക്രിയേറ്റർ എന്താ പറയാ നമ്മളെ ഈ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതല്ല. എന്ത് റിസോഴ്സ്, എന്താ ലോകം, നമ്മൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കിയ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓക്കെ
അപ്പൊ ദുബൈയിൽ ഒരാളെങ്കിലും വന്നാല് അവരുടെ പ്രാർത്ഥനന്റെ ഉത്തരമായിരിക്കണം. പാരന്റിങ് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടാവും, പ്രയാസപ്പെട്ടിട്ട് വന്നിട്ടുണ്ടാവും, എന്റെ പാരന്റിങ് ശരിയില്ല, ഞാൻ ഭയങ്കര ആങ്കർ ആയി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും മക്കളെ പ്രയാസമാണ് നമ്മൾ കരുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ വന്ന സമയത്ത് അങ്ങനെ ഓക്കെ, അവരുടെ കർമ്മത്തിന്റെ സോറി അവരുടെ ഒരു തേട്ടം, അവരുടെ ആത്മാവിന്റെ തേട്ടാണ് പ്രാർത്ഥനകളായിട്ട് നമ്മളെ ലൈക്ക് ലാംഗ്വേജ് ആയിട്ടുള്ള പല രീതിയിൽ പുറത്തു വരുന്നതും. നമ്മള് മൗനത്തിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ വായ കൊണ്ട് പല രീതിയിലും അല്ലെ. വി റിസൈറ്റ് ലോട്ട്സ് ഓഫ് വേഴ്സസ് ഇൻ ഖുറാൻ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിച്വൽസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രാർത്ഥനന്റെ ഉത്തരമാവണം നമ്മളെ കർമ്മം എന്നുള്ള രീതിയിൽ ഒരു ഇൻറ്റ്യൂട്ടീവ് സാധനം എൻ്റെ ഉള്ളിൽ വന്നത്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് ഇവോൾവിങ് ആൻഡ് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. വി ആർ ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളതാണ്. എല്ലാവരും ഐ എം ഓൾസോ ഗ്രോയിങ് വിത്ത് യു, വി ആർ ഓൾസോ നോട്ട് ഐ എം, നമ്മൾ റിൻഷിയോ ആണെങ്കിലും നമ്മൾ എല്ലാവരും വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ. അപ്പൊ ആ രീതിയിൽ നമ്മളെ ജീവിതത്തിനെ മാറ്റുന്ന സമയത്ത് നമ്മളെ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമ്മളെ സറൗണ്ടിങ്സിലും നമുക്ക് ആ ഒരു ഗ്രോത്ത് കാണാനും നമ്മൾ കാരണം വേറൊരാൾക്ക് വെളിച്ചേകാനും സാധിക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ രാവിലെ എണീക്കുന്ന അതാക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആസ് യൂഷ്വൽ ഡേ നെക്സ്റ്റ് ഡേയോ അത് തന്നെ ആ രീതിയിൽ പോവാണ്ട് നമ്മളെ ലൈഫിന്റെ ഗതിയൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മളെ ലൈഫിനെ നോക്കി കാണാനും അതിനെ നമ്മൾ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും നമ്മളൊരു പ്രശ്നം വന്നിട്ട് അതിൽ കുടുങ്ങി കിടക്കാണ്ട് ആ ഒരു നമ്മൾ ഇമോഷൻസിനെ ചെയ്യാണ്ടിരിക്കാം. ആക്ച്വലി നമ്മൾ ഇമോഷൻസ് ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബീങ് ആണ്, മനുഷ്യന്മാർക്ക് ഇമോഷൻസ് വരും, അത് ആ രീതിയിലാണ് ഉണ്ടാവും. ബട്ട് നമ്മള് ഈ കാര്യങ്ങളിലൂടെ എല്ലാം പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഫൈൻ, ഒരു സാധനം ട്രിഗറായി, ഒരാളിപ്പോ നമ്മളെ പ്രയാസപ്പെടുത്തി, ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിലോസഫീസ് എല്ലാം പറഞ്ഞിട്ടു നമ്മളെ ലൈഫിൽ പല സാധനങ്ങൾ കടന്നു വരും. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുമ്പോൾ നിങ്ങളെ ഡയമെൻഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മെന്റലി, ഫിസിക്കലി, ലൈക്ക് സ്പിരിച്വലി നിങ്ങളെ ഡയമെൻഷൻസ് ഇങ്ങനെ ടച്ചായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇപ്പൊ 3D സാധനം വരുന്നു, ഇപ്പൊ ഒരു 3 ഡയമെൻഷനിലുള്ള ഒരാള് നമ്മളടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്താല്, ബട്ട് നമ്മളെ ഇന്റേണലി നമ്മളെ മെന്റൽ ഹെൽത്തിനെയോ നമ്മളെ ഒരു സോളിനെയും സൂക്ഷിക്കാനുള്ള കടമ നമുക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫിലോസഫീസ് പറയുമ്പോഴും നമുക്കും പലപ്പോഴും വരാറുണ്ട്, ഓക്കെ. ബട്ട് ഇവിടെ എന്താണ്, നമുക്ക് പക്വമായ രീതിയിൽ അതിനെ യുക്തിയോടുകൂടി കാണാനും അതിനു വേണ്ടി ആക്ഷൻ എടുക്കാനും പറ്റലുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഇമോഷൻസിനെ എന്റർടൈൻ ചെയ്യാതിരിക്കാം, നമ്മൾ തന്നെ ചെയ്യാതിരിക്കാം. നമ്മള് ഒരു പ്രശ്നം വന്നാൽ ഷെയർ ചെയ്യണം, ഒരു മെന്റർ എടുത്തോ ഒരു ഗൈഡിന്റെ അടുത്തോ നിങ്ങൾ ആ രീതിയിൽ ഒരു തെറാപ്യൂട്ടിക്കൽ മെത്തേഡിലൂടെയോ അങ്ങനെ ഒരു സപ്പോർട്ട് തരാൻ പറ്റുന്ന ആളടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ആ ഒരു ഫ്രണ്ട് വിളിച്ച് എടാ ഇന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിടാ, എടാ ഒന്ന് പറയണ്ട സീൻ തന്നെ, അടുത്തോള് വിളിച്ചു എടാ മറ്റേ ചങ്ങായി എന്നെ ഇന്ന് പണി തന്ന്, ആ രീതിയിൽ അടുത്ത ആള് വിളിച്ചു വീണ്ടും വി ആർ എന്റർടൈനിങ് അവർ ഇമോഷൻസ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നത്തിന്റെ വ്യാപ്തി കൂടെ ഉള്ളൂ. അപ്പൊ സ്പിരിച്വലി എൻലൈറ്റൻഡ് സ്റ്റേറ്റ് എത്തണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ ഇവോൾവ് ചെയ്ത് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ജസ്റ്റ് വീക്ക്ലി വൺസിൽ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ദുബൈയിൽ പല പ്രോഗ്രാംസ് ഇപ്പൊ നമ്മൾ റംദാൻ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ, അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇതൊരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടില്ല. ആക്ച്വലി എല്ലാ വേദങ്ങളും, ആക്ച്വലി ഐ യൂസ് ടു റെഫർ എവറി വേദാസ്, നോട്ട് ഓൺലി ഖുറാൻ, ഐ യൂസ് ടു റെഫർ ഋഗ്വേദ. അപ്പൊ എല്ലാ വേദങ്ങളും ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് വൺനെസ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ് എന്നുള്ള കാര്യമാണ്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അറിവാണ്. നമ്മളൊരു പ്രയാസത്തിൽ നിൽക്കുമ്പോഴും അതിലേക്ക് അതായത് ഒരാളൊരു പ്രയാസപ്പെട്ട് നിൽക്കുന്നു, കുടുങ്ങി കിടക്കുന്നു, അതിൽ നമുക്കൊരു ലൈറ്റ് അടിച്ചു കൊടുക്കാൻ പറ്റും. അതിന്റെ ഒരു അൾട്ടിമേറ്റ് നമ്മൾ ക്രിയേറ്ററിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഓൾ അബൌട്ട് നൂർ ആൻഡ് ലൈറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ക്രിയേറ്റർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ തഥാസ്തു, ലൈക്ക് നീയാണ് ഞാനാണ് നീ, അല്ലെ, നീയാണ് ഞാനാണ് നീ.
അപ്പൊ ക്രിയേറ്ററിനെ എടുത്തിട്ട് നമ്മൾ ക്രിയേറ്ററിന്റെ കുറെ ക്വാളിറ്റീസ് നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മളൊരു ക്രിയേറ്റർ അവയർനെസ്സിലേക്ക് നമുക്ക്, അതായത് മറ്റ് ഓക്കെ ഫൈൻ, ദൈവം നമുക്ക് വേറൊരു ദൈവം ഡയറക്റ്റ് വന്ന് ഹെൽപ്പ് ചെയ്യൂല. അപ്പൊ നമ്മൾ ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരമാകുമ്പോൾ എന്താണ് നമ്മൾ അടയുന്നത്? ക്രിയേറ്ററിന്റെ ഒരു റിഫ്ലക്ഷൻ, നമ്മളൊരു റെപ്രസെന്റേറ്റീവ്സ് ആകുന്നു അല്ലെ. ആ രീതിയിൽ നമ്മളെ കർമ്മത്തിനെ എലിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് റിൻഷി, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫരിഷമ. ഒരുപാട് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി അല്ലെ. എനിക്ക് മെയിൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം ഹൗ പാഷനേറ്റ് ആൻഡ് ഹൗ വിഷണറി ദിസ് ടീം ഇസ്. അപ്പം ഫരിഷമാമ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതുവ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷി വാസ് കൈൻഡ് ഓഫ് ഭയങ്കരമായിട്ട് സംസാരിക്കായിരുന്നു എനിക്ക് ആ ഒരു ഡ്രീംസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ആ ഒരു പാഷൻ ചോർന്നു പോവാതെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഐ ആം സോ മച്ച് ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ഷെയർ ചെയ്യാം. എനിക്ക് പറയാനുള്ളത് നെവർ മിസ് ദിസ്. കാരണം അത്രയും ഡീപ്പ് ആയിട്ടുള്ള നമുക്ക് തന്നെ ഒരു എലവേഷൻ അല്ലെങ്കിൽ ഒരു എൻലൈറ്റ്മെന്റ് സംഭവിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഏതൊരു അവയർനെസ്സിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞു മൈൻഡ്, നമ്മളൊരു ഇടുങ്ങിയ മനസ്സോടുകൂടി ഇരിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് മൈൻഡ് വിശാലമാക്കിയിട്ട് എനിക്ക് എന്തെല്ലാമോ ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുക. ആ ഒരു ഇരിക്കുന്ന മനസ്സ് സറണ്ടറൻസ്, ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ട്രാൻസ്ഫർമേഷൻ ഉള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം. That's it. Thank you so much for joining. Okay, see you in the next week.